ഈ തെരഞ്ഞെടുപ്പിൽ ഏറെ പറയാനുള്ളത് വിശ്വാസികൾക്കാണ്. കഴിഞ്ഞ 6 മാസക്കാലം അയ്യപ്പ ഭക്തർ അനുഭവിച്ച എണ്ണമറ്റ ദുരിതങ്ങൾ അത് മറന്നുകൊണ്ട് നമുക്ക് പോളിംഗ് ബൂത്തിലേക്ക് പോകാൻ സാധിക്കില്ല. ഇപ്പൊ അതൊന്നുമല്ല പ്രശ്നം. ശബരിമലയിലെ സഹസ്രാബ്ദങ്ങൾ നീണ്ട ആചാരത്തെ ബലി കൊടുക്കാൻ വേണ്ടി ഒരു ഭരണകൂടം കളിച്ച നെറികെട്ട കളികൾ, പോലീസ് യൂണിഫോം കൊടുത്ത് റഹന ഫാത്തിമമാരെ പോലുള്ളവരെ മുകളിലേക്ക് വലിച്ചു കൊണ്ടുപോയത്, നീ എന്താന്ന് വെച്ച കാര്യം പറ. അതേപോലെ തന്നെ ഇരുട്ടിന്റെ മറവിൽ ഹിജടവേഷം കെട്ടിച്ച് വനംവകുപ്പിന്റെ ആംബുലൻസിൽ 2 പേരെ കൊണ്ടുപോയി ആചാര ലംഘനം നടത്തിയത്. ഈ പെരട്ട ജനം നമ്മുടെ മെക്കെട്ട് കയറില്ലല്ലോ, എന്നാലോ എനിക്ക് എല്ലാവരെയും മെക്കെട്ട് കയറുകയും ചെയ്യാം. പക്ഷെ ലൈം ലൈറ്റിൽ ലൈവായിട്ട് നിൽക്കണം. ഇതൊക്കെ നമുക്കറിയാം ഈശ്വര കോപമല്ല, കേരളം ഭരിക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഹിന്ദു വിരുദ്ധത ഒന്നുകൊണ്ട് മാത്രം നമ്മൾ അനുഭവിക്കേണ്ടി വന്നതാണ്. പ്രാണപ്രതിഷ്ഠ മുതൽ ഭക്തർ നൽകിയ സ്വർണവും വെള്ളിയും തുടങ്ങി നാണയത്തുട്ടുകൾ വരെ ആരുടെയൊക്കെയോ പോക്കറ്റുകളിലേക്ക് ഒഴുകാൻ തുടങ്ങിയിട്ട് നാളേറെയായിട്ടും പ്രതികളുമില്ല, നടപടിയുമില്ല. കാര്യങ്ങൾ ലംഘിക്കുകയും ഭക്തരെ ദുരിതങ്ങളിലേക്ക് വലിച്ചഴക്കുകയും ചെയ്തവർ ഒറ്റ സീറ്റിൽ പോലും ജയിക്കരുത് എന്നുള്ളത് കേരളത്തിലെ വിശ്വാസി സമൂഹത്തിന്റെ തീരുമാനമാണ്. തീർച്ചയായും നമുക്കറിയാം, അത്തരം തീരുമാനം പറയുമ്പോൾ ഉള്ളാലെ ചിരിക്കുന്നവരുണ്ടാകും. ശബരിമല മുതൽ അയോധ്യ വരെ ആരാധനാലയ നടത്തിപ്പുകാർക്ക് വിശ്വാസം ചൂഷണമാർഗം മാത്രമാകുന്ന കാലമാണ്. അവിശ്വസനീയ കൊള്ള ഭക്തിയുടെ മറവിലാണ്. അപ്പൊ സ്വാഭാവികമായും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ വെറുക്കുന്ന ഭക്തജനങ്ങൾ അവരെ താഴ്ത്തുമ്പോൾ സ്വാഭാവികമായി ഇതിന്റെ ഗുണം കിട്ടേണ്ടത് കോൺഗ്രസ് നയിക്കുന്ന ഐക്യ ജനാധിപത്യ മുന്നണിക്കാണ്. നാട്ടുകാരെ ബോധിപ്പിക്കുക, അല്ലാതെ ഗുണമൊന്നുമില്ല. നാട്ടുകാരെ ബോധിപ്പിക്കണം. പക്ഷെ ഇപ്രാവശ്യം നമുക്ക് ഒരിക്കലും അങ്ങനെ അബദ്ധത്തിൽ പോലും ഒരു വോട്ട് അവിടെ ചെന്ന് വീഴരുത് എന്നുള്ളത് വിശ്വാസികളുടെ തീരുമാനമാണ്. വിശ്വാസികളെ അക്രമികൾ എന്ന് വിളിച്ചവരാണ് ഇവിടുത്തെ കോൺഗ്രസ്. ശബരിമലയിൽ വൈകാരിക പ്രതികരണം നടത്തിയവർക്ക് പക്ഷേ മിണ്ടാട്ടമില്ല അയോധ്യയിലെ അസാധാരണ കൊള്ളയിൽ. ഞങ്ങളൊന്നും കാണുന്നുമില്ല, കേൾക്കുന്നുമില്ല. ഞങ്ങൾ ബദിരനും മൂകനും. ശബരിമലയിൽ വിശ്വാസത്തെയും വിശ്വാസിയെയും സംരക്ഷിക്കാൻ ഇറങ്ങിയ BJPക്ക് കണ്ടില്ലെന്ന മട്ടാണ് അയോധ്യയിൽ. വിശ്വാസികളെ തല്ലിച്ചതയ്ക്കുമ്പോഴാകട്ടെ, വിശ്വാസികളെ കേസിൽപ്പെടുത്തുമ്പോഴാകട്ടെ, ആചാര ലംഘനം ഭരണകൂടം ഇടപെട്ട് നടത്തുമ്പോഴാകട്ടെ, ഒരു പ്രതിപക്ഷത്തിന്റെ യാതൊരു കടമയും കോൺഗ്രസുകാർ നിർവഹിച്ചില്ല. ബുദ്ധിമാനായിക്കോ, പക്ഷെ മറ്റുള്ളവരെ വെറും മണ്ടന്മാരായി കളയരുത് കേട്ടോ. ഒരു ഭക്തരോടൊപ്പം ഉണ്ടായില്ല. ഈ തെരഞ്ഞെടുപ്പിൽ അവർ പറയുന്നു അവർ വിശ്വാസികളോടൊപ്പമാണ്, അക്രമികളോടൊപ്പമല്ല. ഈ അക്രമികളല്ലാത്ത വിശ്വാസികൾ ആരാണ്? കളിപ്പിക്കുമ്പോ ഒരു പുതുമ വേണ്ടേ? ശബരിമല മുതൽ അയോധ്യ വരെ അമ്പലക്കൊള്ളയ്ക്ക് അറുതിയില്ലേ? ആരാണ് ശബരിമല കാത്തത്? 18-ാം പടി ഇപ്പോഴും കളങ്കമേൽക്കാതെ നിൽക്കുന്നുവെങ്കിൽ അത് കോൺഗ്രസ് വിശേഷിപ്പിക്കുന്ന ഈ അക്രമി എന്ന് പറയുന്ന വിശ്വാസി തന്നെയാണ്. അപ്പോൾ കൂട്ടുനിന്നില്ല എന്ന് മാത്രമല്ല, അവരെ കളിയാക്കുകയും അപഹസിക്കുകയും അക്രമി എന്ന് വിളിക്കുകയും ചെയ്തവർക്ക് ഒരു വിശ്വാസിയുടെ വോട്ട് അബദ്ധത്തിൽ പോലും ചെന്ന് വീഴരുത്. അപ്പൊ ഇപ്രാവശ്യത്തെ ഈ തെരഞ്ഞെടുപ്പ് വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രാധാന്യമുള്ളതാണ്. അതിലുണ്ട്. തങ്ങളെ വഞ്ചിച്ച ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കും തങ്ങളെ അപമാനിച്ച വലതുപക്ഷ ജനാധിപത്യ മുന്നണിക്കും അപ്പുറം ചില തിരഞ്ഞെടുപ്പുകൾ അവർക്ക് നടത്തിയേ മതിയാകൂ. जो आप दान करते हैं डोनेशन, उसका चोरी हो गया, लोगों ने मिसयूज कर दिया, तो कांग्रेस पार्टी है ना, कांग्रेस पार्टी है ना यहाँ. ഓഹോ, അപ്പൊ എല്ലാരും ഒരു ഗ്രൂപ്പാണല്ലേ? बीजेपी है, बीजेपी यूपी में बीजेपी है, यूपी है बीजेपी नहीं. यहाँ अयोध्या में लोकल है ना, നല്ല ബെസ്റ്റ് മോളാ. लोकल कांग्रेस पार्टी है ना. कौन है लोकल एमएल, कौन है? സ്വാഭാവികമായി ഇതിന്റെ ഗുണം കിട്ടേണ്ടത് കോൺഗ്രസ് നയിക്കുന്ന ഐക്യ ജനാധിപത്യ മുന്നണിക്കാണ്. നോക്കച്ച എന്തൊരു ചേർച്ച, ഒരമ്മ പെറ്റ ആളിയന്മാരാണെന്നേ പറയൂ.